വിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ ഇജ്മാ, ഖിയാസ്, പൂർവികരുടെ മാർഗങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് പറയുമ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് 2500 ഹദീസ് തള്ളിക്കളഞ്ഞു. എന്റെ മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവമാണ് ഇതൊക്കെ! ഇതൊക്കെ നിസ്സാരമായി കാണേണ്ട കാര്യമാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തെ കുറിച്ച്, മർക്കസ് ദഅവയെ കുറിച്ച് വിസ്ഡം ഗ്രൂപ്പുകാർ പറയുന്നു, മർക്കസ് ദഅവയിൽ ഒരാൾ അംഗമാകണമെങ്കിൽ ചുരുങ്ങിയത് 2500 ഹദീസ് തള്ളിക്കളയണമെന്നാണ്. കേൾക്കുന്നു ഓരോ പ്രസംഗിക്കുന്നത് പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 2500 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവ നിൽക്കാൻ പറ്റില്ലെന്ന് സ്വഹീഹായത് എന്താ പറഞ്ഞത്? ചുരുങ്ങിയത് 2500 ഹദീസ് തള്ളാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിൽ അംഗാകാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, അതിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ അതിൽ നിൽക്കുന്നത്? നിങ്ങൾ പടച്ചോനെ പേടിക്കണ്ടെങ്കിൽ, പരലോകത്തെ ആഗ്രഹിക്കണ്ടെങ്കിൽ, നന്നാവണം എന്ന് ആഗ്രഹിക്കണ്ടെങ്കിൽ അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ട് ഇ.കെ. മുസ്ലിയാറിന്റെ പുറലാഹം വർക്കത ചേകനൂരിങ്ങനെ നിസ്കാരത്തിന്റെ വക്തുകളൊക്കെ നിശ്ചയിച്ചു പറഞ്ഞത്രേ, അല്ല നാളെ പടച്ചോൻ ചോദിക്കൂലേ, ഒരു സ്വകാര്യ സംഭാഷണം ചോദിച്ചപ്പോഴത്രേ, അങ്ങനെ പടച്ചോനെ പേടി ഉണ്ടെങ്കിലുള്ളൂ എന്ന് ചേകന് തിരിച്ചു പറഞ്ഞു എന്നാണ്. എന്നാൽ പടച്ചോനെ പേടില്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചോനെ പേടിണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്താണ് ഈ പറഞ്ഞത്? 2500ഓളം സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു വിഭാഗം. ഇത് നമ്മൾ ആരോപിക്കല്ലോ, നമ്മൾ ഈ പുളിക്കൽ വന്നിട്ട് നമ്മുടേതായിക്കൊണ്ട് പറയല്ലോ, അവരുടെ തന്നെ നേതാക്കന്മാര് പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുകയാണല്ലോ. എന്നാ പിന്നെ കുഴപ്പമില്ല, വിസ്ഡത്തിൽ കൂടെ ആയിരിക്കണ്ട. ഓലവസ്ഥ എന്താ? ഓല് കള്ള ഹദീസ് ഉണ്ടാക്കിയൊരാ, മറ്റൊരുള്ള ഹദീസ് തള്ളിക്കളഞ്ഞപ്പോ ഇവരോ കള്ള ഹദീസ് ഉണ്ടാക്കി, കള്ള ആയത്തുണ്ടാക്കി, ഇല്ലാത്ത ആയത്തുണ്ടാക്കുക. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തൊരു ആയത്തുണ്ടാക്കാനൊക്കെ ധൈര്യം വരിക എന്ന് പറഞ്ഞാൽ ഇവരെവിടെ എത്തി? ഞാൻ വെറുതെ പറയല്ല. KNM നേതാവ് അനസ് മൗലവി കാര്യം പറയട്ടെ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം, കേരളത്തിന്റെ മണ്ണിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന വാദം ഉന്നയിച്ചവർ രംഗത്ത് വന്നപ്പോ, നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരായത്ത് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിൽ പ്രത്യേകമായ ഒരു അർത്ഥകൽപ്പന നൽകി വിശദീകരിക്കുകയും ചെയ്തത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമല്ല, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് അതിന്റെ മുന്നിൽ നിന്ന ആളുകൾ ജിന്നുവാദവുമായി കടന്നു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കുഫ്റിന്റെയും ഷിർക്കിന്റെയും വാദഗതികൾ അവതരിപ്പിച്ച, എത്രത്തോളം ഞങ്ങൾക്ക് കശ്ഫുണ്ടെന്ന് മാത്രമല്ല, കശ്ഫു വഴി ഞങ്ങൾ ജിന്നിനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്ന് പോലും വാദിച്ച് മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞത്? എന്തുണ്ടാക്കി? പള്ളി ഉണ്ടാക്കിയെന്നല്ല, മദ്രസ ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. വിസ്ഡം വിഭാഗം ഇവിടെ ചെയ്ത സേവനം എന്താണ്? ഖുർആനിൽ ഇല്ലാത്തൊരു ആയത്തുണ്ടാക്കി. ആയത്ത് മാത്രമാണോ? ഹദീസ് ഉണ്ടാക്കി. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു വിഷയം പ്രസംഗിക്കേണ്ടി വന്നു. ആ പ്രസംഗിക്കാൻ നോക്കുമ്പോ അതിന് ഹദീസൊന്നുമില്ല. അപ്പൊ അയാൾ ഹദീസ് ഉണ്ടാക്കി. ഇവരൊക്കെ പിന്നാലെ എങ്ങനെ ഒരാൾ കൂടുക? കേട്ടോളൂ, നമ്മൾ പറയില്ലൊക്കെ ഇന്ന് പുളിക്കലായതുകൊണ്ട് ഫുൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. പറയട്ടെ, കിട്ടില്ല. അത് ചെയ്തത് വിസ്റ്റം ജിന്ന് വിഭാഗമാണ്. ആയത്ത് ഇനി 2 കള്ള ഹദീസ് ഉണ്ടാക്കിയതാരാ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? സുന്നി കുടുംബത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നാരാ? പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് റസൂലിന്റെ പേരിൽ വെച്ചുകെട്ടി നുണ പറഞ്ഞവനാരാ? അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ്? ഇത് വളരെ കൃത്യമാണ്. കേട്ടോ, ഹദീസ് എന്താണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദീസ്? മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്ന അറിയോ? കുറെ പെണ്ണെല്ലാരും കെട്ടണം.
അതിന് പെണ്ണുങ്ങളോട് പറയാണ് 4 കെട്ടാൻ 2 കെട്ടാൻ അനുവദിക്കണം. സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കണം. നിങ്ങൾ അതിന്റെ പേരിൽ ആരും എതിർപ്പുണ്ടാക്കരുത്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, പടച്ചോൻ ഓർത്ത് പറയാണ്. നിങ്ങൾക്കും കൂലി കിട്ടാൻ വേണ്ടി പറയാണ്. ഇവർക്ക് 4 കെട്ടണ കെട്ടിക്കോട്ടെ. എന്നിട്ട് പറഞ്ഞു കൊണ്ടുവന്നറിയോ ഒരു ഹദീസ്. അങ്ങനെ ഹദീസ് ദുന്യാവിൽ എവിടെയില്ല. കേട്ടോളൂ. ഒരു 2ാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു. അടി ഇടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് 2 കെട്ടുന്നത് ഓർക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാ. പടച്ചോനാണ് ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്ന് പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. തെളിവുകൾ പറയട്ടോ, സഹാബികൾ ആരും 2 പെണ്ണിട്ടാത്ത ഒരൊറ്റ സഹാബിയില്ല. പിന്നെ അലൈഹിസ്സലാം ഒരു കാര്യവും കൂടി പറഞ്ഞു. അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലേ? സ്നേഹം കൂടുതലുകൊണ്ടാണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്താ അറിയോ? ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക, ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കുന്ന ഒരിടം. സ്വന്തം ഭർത്താവിന് അത്തരം ഒരു ഇടം കിട്ടണോന്ന് ഈ മുത്ത് എന്താ വിഷയം? 2 പെണ്ണിട്ടിരിക്കൊരു മുത്തുണ്ട്. ആ സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു മുത്താണ്. ഞാൻ മുത്തിനെ കുറിച്ച് കാനഡ നേതാവ് പറയട്ടെ. സ്വർഗത്തിലുള്ള ഈ മുത്തിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ്, 2 പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന ഈ മുത്തു ഒരു പ്രത്യേകതരം മുത്താണത്. അത് സ്വർഗത്തിലുള്ള മുത്താണ്. ആ മുത്തിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? എവിടെ ഈ ഹദീസ്? ബുഖാരിയിലുണ്ടോ? പോട്ടെ, മുസ്ലിമിലുണ്ടോ? അബൂദാവൂദിലുണ്ടോ? തിർമിദിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? മുസ്നദുകളിലുണ്ടോ? മുസന്നഫുകളിലുണ്ടോ? ജാമിഉകളിലുണ്ടോ? സഹീഹുകളിലുണ്ടോ? വേണ്ട ഒരു നെഹ്വിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ? ഒരു അവാമിലോ തഖ്രീബുൽ മിസാനിലോ തുഹ്ഫത്തുൽ വർദിയിലോ അലിഫിലോ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ ഹദീസ് ഏതാ? കള്ള ഹദീസ് ഉണ്ടാക്കിയതാണ്. നോക്ക് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ?